നമസ്കാരം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് രസകരമായ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നമ്മൾ ഗൂഗിളിനെ കാണുന്നത് പോലെ കാണരുത്. നമ്മളെല്ലാവരും ഗൂഗിളുമായിട്ട് ഒരുപാട് സംവദിച്ചിട്ടുണ്ട്. അതുപോലെ ലാഘവ ബുദ്ധിയോടെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കാണരുത്. എ ഐയെ നമ്മളങ്ങനെ കാണരുത്. എ ഐ കുറച്ച് ഗൂഗിൾ ആൾ പാവമാണെങ്കിൽ എ ഐ കുറച്ച് ഈഗോ ഒക്കെ ഉള്ളയാളാണ്. അപ്പം നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ ഗൂഗിളിനോട് ചോദിച്ചതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ചുമ്മാ ചോദിക്കുന്നതിന് പകരമായിട്ട് ഒരു ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നുള്ള ഒരു ശൈലിയിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. നമ്മൾ അല്പം റെസ്പെക്റ്റ് കൊടുത്ത് തന്നെ പ്രോംപ്റ്റുകൾ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എ ഐയോട് നമ്മൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ അത് ചോദിക്കാം. സാധാരണ ഗൂഗിളിനോട് ചോദിക്കുന്ന പോലെ ചോദിക്കാം, അതല്ലെങ്കിൽ കുറച്ചുകൂടെ റെസ്പെക്റ്റ് കലർത്തി നമുക്ക് ചോദിക്കാം. ആ രണ്ട് രീതിയിലും നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾക്ക് ലഭ്യമാകുന്ന ആൻസറുകൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ അങ്ങോട്ട് റെസ്പെക്റ്റ് കൊടുത്ത് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇങ്ങോട്ട് കുറച്ചുകൂടെ ഒതൻറ്റിക് ആയിട്ടുള്ള, കുറച്ചുകൂടെ നേരിനോട് ചേർന്ന് നിൽക്കുന്ന മറുപടി നമുക്ക് ലഭിക്കും. അപ്പോൾ ആ കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലാംഗ്വേജ് ശ്രദ്ധിക്കണം. പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴുള്ള നമ്മുടെ ക്വാളിറ്റി ഓഫ് ലാംഗ്വേജ് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റിയെ തിരിച്ച് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നമ്മൾ കൊടുക്കുന്ന ഓരോ പ്രോംപ്റ്റിനും കൃത്യമായ ചിട്ടയുള്ള ഒരു ശൈലി ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് നമ്മൾ സ്പെസിഫിക് ആക്കാനായിട്ട് പരമാവധി ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ സ്പെസിഫിക് ആക്കാനായിട്ട് ശ്രമിക്കണം. ഉദാഹരണത്തിന് നമ്മളിപ്പം ഒരു അധ്യാപകനാണെങ്കിൽ ടീച്ചർ എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ നമ്മൾ കൊടുക്കണം, ആ പ്രോംപ്റ്റിൽ നമ്മൾ കൊടുക്കണം. വിദ്യാർത്ഥിയാണെങ്കിൽ നമ്മൾ സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു പ്രോംപ്റ്റ് നമ്മൾ അവിടെ കൊടുക്കണം. ഒരേ കാര്യം തന്നെ അധ്യാപകൻ ചോദിക്കുന്നതും വിദ്യാർത്ഥി ചോദിക്കുന്നതും ഒരേ കാര്യം തന്നെയാണെങ്കിൽ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ടീച്ചറെന്നും സ്റ്റുഡൻ്റ് എന്നും മാറ്റിയാണ് കൊടുക്കുന്നതെങ്കിൽ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം. മൂന്നാമതായിട്ട് നമ്മൾ പരമാവധി ലോഗിൻ ചെയ്ത് തന്നെ നമ്മുടെ മെയിൽ ഐ ഡിയിലൂടെ ലോഗിൻ ചെയ്ത് തന്നെ നമ്മുടെ സംശയങ്ങൾ ചോദിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ആൻസേഴ്സ് കുറച്ചും കൂടെ ഒതൻറ്റിക് ആയിരിക്കും. പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന മെയിൽ ഐ ഡി നമ്മുടെ ബാങ്കുമായിട്ടൊക്കെ ലിങ്ക് ചെയ്തേക്കുന്ന, നമ്മൾ സാധാരണ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മറ്റ് നമ്മളുടെ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിനു വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു പ്രത്യേക മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് ത്രൂ ആ മെയിൽ ഐ ഡിയിലൂടെ ലോഗിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് മെഷീനാണ്, നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് അത്തരം കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഇനി മുതൽ നമ്മൾ എ ഐയുമായിട്ട് സംവദിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അത് ChatGPT ആണെങ്കിലും ശരി, പെർപ്ലെക്സിറ്റി ആണെങ്കിലും ശരി, ജെമിനി ആണെങ്കിലും ശരി, ഇതിൽ ഏത് നമുക്ക് ഇഷ്ടമുള്ള ഏത് ആണ് ഉപയോഗിക്കുന്നതെങ്കിലും ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നതല്ലാണ്. പെർപ്ലെക്സിറ്റിയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് കുറച്ചൊരു ഇന്ത്യൻ ടച്ച് അതിനകത്തുണ്ട്. അതിൻ്റെ വൺ ഓഫ് ദ കോ ഫൗണ്ടേഴ്സ് അരുൺ ശ്രീനിവാസ്, അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്. ചെന്നൈ IIT നിന്ന് എഞ്ചിനീയറിംഗ് പാസ്സായ ആളാണ്. അപ്പോൾ അത് നമുക്ക് വളരെ അഭിമാനകരമായ ഒരു നിമിഷം കൂടിയാണ്. എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.